ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുരയാണ്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. മാഹി ബൈപ്പാസില് ഇനി സിഗ്നലുകളില്ല. ആ സിഗ്നലുള്ള ഭാഗത്താണ് ഒരു അണ്ടർപാസിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അതുകൂടാതെ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ ടോൾ പ്ലാസന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചോറോട് ഭാഗത്തുള്ള ROB, അതിന്റെ ലോഞ്ചിങ് ഉടനെ തന്നെ നടക്കുന്നതുമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2026 ഏപ്രിൽ 1 രാത്രി 10 മണി മുതൽ 2026 ഏപ്രിൽ 2 രാത്രി 12 മണി വരെ ചോറോട് ROBൻ്റെ അവിടെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ഗതാഗത നിയന്ത്രണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോറോട് വഴി കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്കും കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്കും യാത്ര ചെയ്യുന്നവർ ഇതൊന്ന് പ്രത്യേകം അന്വേഷിച്ചിട്ട് യാത്ര തുടരുക. കുറ്റിപ്പുറം ROBൻ്റെ പണികൾ കുറേ ടൈം എടുത്താണ് ചെയ്തത്. അതേമാതിരി ഇതും ആകാതിരിക്കട്ടെ, എത്രയും വേഗം പണികൾ പൂർത്തീകരിക്കട്ടെ. അപ്പൊ ഇനി മാഹി ബൈപ്പാസില് ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു. ആ സിഗ്നൽ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ ഒരു അണ്ടർപാസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 മാർച്ച് 11 നമ്മളെ മാഹി ബൈപ്പാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തത്. അന്നൊക്കെ ഈ സിഗ്നൽ ഉണ്ടായിരുന്നു. അത് തുറന്നു കൊടുത്തതിന് ശേഷം ഇവിടെ കുറെ അപകടങ്ങൾ, ഈ സിഗ്നലുള്ള സ്ഥലത്ത് അപകടം സംഭവിച്ചിരുന്നു. അന്ന് തന്നെ ജനങ്ങൾ പലരും പറഞ്ഞിരുന്നു ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സിഗ്നലിന്റെ ആവശ്യമില്ല, അത് വളരെ അപകടം സൃഷ്ടിക്കുന്നുള്ളത്. പക്ഷേ പിന്നീട് അവർക്കൊരു ബോധം വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ സിഗ്നൽ ഒഴിവാക്കിയിട്ട് അണ്ടർപാസിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാഹി ബൈപ്പാസിന്റെ പണി എടുത്തിരുന്നത് EKK ഇൻഫ്രാസ്ട്രക്ചർ എന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അണ്ടർപാസ് നിർമ്മിക്കുന്നത് EKK ഇൻഫ്രാസ്ട്രക്ചർ അല്ല, ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടെ അണ്ടർപാസിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 500-600 മീറ്റർ റോഡ് പൊളിച്ചിട്ടാണ് രണ്ട് ഭാഗത്തും, എന്നിട്ടാണ് അണ്ടർപാസിന്റെ നിർമ്മാണം നടത്തുന്നത്. അപ്പൊ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് അപ്രോച്ച് റോഡ് ഇനി മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശമാണ്. അപ്പൊ ഇതാണ് ആ സിഗ്നൽ ജംഗ്ഷൻ കേട്ടോ. ഇപ്പോഴും സിഗ്നലിന്റെ ഒരു അവിടെ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ന്യൂമാഹിയും, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ചൊക്ലിയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ജംഗ്ഷനാണ് ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടായിരുന്ന ജംഗ്ഷൻ. ഇനി എന്തായാലും അപകടങ്ങൾ ഇല്ലാത്ത ഒരു മാഹി ബൈപ്പാസ് ആകും ഈ അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇതൊക്കെ കുറെ മുൻപ് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു വിഷയം ഇത് ദേശീയപാത 66 വർക്ക് തുടങ്ങിയ സമയത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിഗ്നൽ ഇല്ലാത്ത റോഡ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ സിഗ്നലുള്ള കാര്യം പലർക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് എല്ലാവരും അറിഞ്ഞത്. ഇനി അടുത്തത് കുഞ്ഞിപ്പള്ളിയാണ്. കുഞ്ഞിപ്പള്ളി ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു. ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയർ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പുതിയതായിട്ടൊരു അണ്ടർപാസ് വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പൊ നിലവിലൊരു അണ്ടർപാസ് ഉണ്ട്. അത്ര വലിയ അണ്ടർപാസ് ഒന്നല്ല, അതിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനിയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാഹി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ കുഞ്ഞിപ്പള്ളി അണ്ടർപാസ് കഴിഞ്ഞിട്ട് ചോമ്പാല മുക്കാളി ഭാഗത്താണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത്. ടോൾ പ്ലാസിന്റെ പണികളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞു, റോഡ് പണി എത്രത്തോളം വേഗതയിൽ പൂർത്തീകരിക്കുന്നുണ്ട്, അതിനോടനുബന്ധിച്ച് അതേ വേഗതയിൽ തന്നെ ടോൾ പ്ലാസന്റെ നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തും. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 2 റീച്ചാണ്. ഒന്ന് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ, അതിലാണ് ആദ്യത്തെ ടോൾ പ്ലാസ വന്നിരിക്കുന്നത്. പന്തിരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസ. പിന്നെ വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള റീച്ചിൽ ഇവിടെയാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത്, ചോമ്പാല മുക്കാളി ഭാഗത്ത്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു ടോൾ പ്ലാസ ഉണ്ട് മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്ത്. ഈ മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്തുള്ള ടോൾ പ്ലാസ താൽക്കാലികം മാത്രമാണ്. അത് നമ്മുടെ കല്യാശ്ശേരി ഭാഗത്ത് ടോൾ പ്ലാസിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്തുള്ള ടോൾ പ്ലാസ മാറ്റുന്നതായിരിക്കും. ഇവിടെ ടോൾ പ്ലാസിന്റെ വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രാക്കുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പന്തിരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസിന്റെ മതി 2 ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് കേട്ടോ. ഒരുമിച്ചല്ല, ഒരേ സ്ട്രക്ചറുമല്ല, രണ്ടും 2 ടൈപ്പാണ്. ടോട്ടലായിട്ട് 10 ട്രാക്കുകളാണ് ഉണ്ടാവുക. അതിൽ 8 ട്രാക്കുകൾ കൂടിയായിരിക്കും സാധാരണ രീതിയിൽ എല്ലാ വാഹനവും കടന്നു പോകുക. 2 ഭാഗത്തുമുള്ള ട്രാക്ക്, അവസാനത്തെ ട്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടിയ വാഹനങ്ങളും അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് അടുത്ത് പിന്നെ മുക്കാളി അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് വാഹനം അതിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അടുത്തത് കണ്ണൂക്കര ഭാഗത്ത് ഒരു വിഷയം ഇതിന് മുൻപുണ്ടായിരുന്നു. അവിടെ വലിയ കുന്നുണ്ടായിരുന്നു. ആ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് 6 വരിപ്പാതയുടെ പണി നടന്നത്. അപ്പോൾ ഈ മണ്ണെടുത്ത് താഴ്ത്തിയ സമയത്ത് ഒരു ഭാഗത്ത് സോയിൽ ലെയിലിംഗ് ചെയ്തിരുന്നു. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു. സോയിൽ ലെയിലിംഗ് ചെയ്യുന്ന ഒരു ഷോർട്ട് ക്രീറ്റിന്റെ വർക്ക് കഴിഞ്ഞാണ്. പക്ഷേ മഴ ശക്തമായി പെയ്ത സമയത്ത് അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചു. അത് വലിയൊരു വിഷയമായിരുന്നു. കാരണം ഇതുപോലെ സോയിൽ ലെയിലിംഗ് ചെയ്ത സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകൂല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചത്.
മണ്ണിടിച്ചിൽ സംഭവിച്ചു. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറുഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട്. അതിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോകുക. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പൂർത്തീകരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വാഗാട് അനുഭവിച്ച സ്ഥലങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. കാരണം നിർമ്മാണത്തിന്റെ അപാകതകളും അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ട നിങ്ങൾ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട്. അവിടെ മണ്ണുള്ള പ്രദേശം തന്നെയായിരുന്നു, അത് ലെവലായിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന് വേണ്ടിയിട്ട്. ഇതുപോലെ സോയിൽ നെയിലിങ്ങും ഷോർട്ട് കീറ്റിംഗ് കഴിഞ്ഞ പ്രദേശങ്ങൾ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് ശേഷം ജനങ്ങൾക്ക് വളരെയധികം ഭീതിയായിരുന്നു. കാരണം കുറേ സ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെ കുറേ ഭാഗങ്ങൾ ഇതേമാതിരി വലിയ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സോയിൽ നെയിലിംഗ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടത് ഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെ ആയിരുന്നു പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞത് കേട്ടോ. ഇവിടെ മണ്ണങ്ങോട്ട് ഇരുന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫുള്ള് ഷോർട്ട് കീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞാണ്. സോയിൽ നെയിലിംഗ് കഴിഞ്ഞിട്ട് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെയധികം ഭീതിയിലായിരുന്നു. പിന്നീട് ഇപ്പം ആ ഭാഗത്ത് വർക്ക് നടക്കാതെ മറുഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഇതേമാതിരി തന്നെ ഇവിടെ ഒരു കോൺക്രീറ്റ് വാൾ കെട്ടുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. എന്നാലും ഇതിന് ശേഷം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്തും ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തിയ പ്രദേശം മണ്ണിരുന്നിട്ട് വലിയൊരു അപകടം ഒഴിവായതൊക്കെയാണ്. പിന്നെ കൊല്ലത്തുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ ഒന്നും കൂടി മണ്ണ് പരിശോധന ഇതൊക്കെ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പല സ്ഥലത്തും അണ്ടർപാസിനും പാലങ്ങൾക്കും വേണ്ടി മണ്ണിട്ട് ഉയർത്തി അപ്രോച്ച് റോഡ് വരെ പൊളിച്ച് മാറ്റിയിട്ട് അവിടെ പാലം കുറച്ചുകൂടി നീട്ടം കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത് മാടമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇപ്പോൾ വർക്ക് നടക്കുന്ന പ്രദേശമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച കുറേ സ്ഥലങ്ങളിൽ പിന്നീട് കാര്യമായി മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഈ മാടമ്പള്ളി ഭാഗത്താണ് വർക്ക് നടക്കുന്നത്. ഇവിടേക്ക് ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശമായിരുന്നു. ഇവിടേക്ക് ഈ അടുത്താണ് വർക്കുകൾ ആരംഭിച്ചത്. അവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാടമ്പള്ളി ഭാഗത്ത് പുതിയതായിട്ട് ഒരു അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇതിന്റെ വർക്കുകൾ ആരംഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടേക്ക് എന്തായാലും വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണ് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മാടമ്പള്ളി ഭാഗത്ത് വന്ന അണ്ടർപാസിനനുസരിച്ചിട്ട് ഒരു ഭാഗത്തുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി പോകാനുള്ള പ്രദേശമാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ RE പാനൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഈ RE പാനൽ അതുപോലെ തന്നെ RE ബ്ലോക്ക് അതിനോടൊക്കെ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പല സ്ഥലത്തും ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തിയ പ്രദേശങ്ങളിൽ ഈ RE പാനലും RE ബ്ലോക്കൊക്കെ ഉപയോഗിച്ചിട്ട് തകർന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് അടുത്ത് നമ്മുടെ നാദാപുരം റോഡാണ്. ആ ഭാഗത്തായിട്ട് ഒരു അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആറുവരിപ്പാതയുടെ പണികൾ ശേഷം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന്റെ പണികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് സ്ട്രീറ്റ് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് വാഹനങ്ങളായി കൂടെ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാദാപുരം റോഡിൽ വന്ന ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മഴക്കാലത്തിന് മുൻപ് പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം മഴ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്തുള്ള മണ്ണൊക്കെ ഒലിച്ച് നേരെ സർവീസ് റോഡ് വരട്ടോ. ഇനിയാണ് നമ്മളെ ചോറോട് ഭാഗത്തുള്ള ROBന്റെ കാര്യം. ROBന്റെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡറാണ്. ഇത് പൂർണ്ണമായിട്ട് നേരെ എടുത്ത് നമ്മളിപ്പം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ROBന്റെ വർക്ക് കണ്ടതാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ട് പുഷ് ചെയ്തിട്ടാണ് ഇത് നേരെ റെയിൽവേ പാളത്തിന്റെ മുകൾ ഭാഗത്ത് വെച്ച് കുറേ ടൈം പിടിച്ചിട്ടാണ് അവരിത് സ്ഥാപിച്ചത് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ ചോറോട് ROBന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് 2026 ഏപ്രിൽ 1 രാത്രി 10 മണി മുതൽ 2026 ഏപ്രിൽ 2 രാത്രി 12 മണി വരെ ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുന്നവർ അത് പ്രത്യേകം അന്വേഷിച്ചിട്ട് വേണം യാത്ര തുടരാൻ. കേരളത്തിലെ ദേശീയപാത 66ന്റെ വികസനത്തിൽ ആദ്യമായിട്ട് സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡർ സ്ഥാപിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കിൻ്റെ മുകൾ ഭാഗത്താണ്. രണ്ടാമത് സ്ഥാപിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചോറോട് റെയിൽവേ ട്രാക്കിൻ്റെ മുകൾ ഭാഗത്താണ്. എന്തായാലും നമ്മളെ വടകര മുതൽ അഴിയൂർ വരെയുള്ള യാത്ര അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഇതിന് മുൻപ് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് പല സ്ഥലത്തും വർക്കുകൾ ഉള്ളത്. അതുകൊണ്ട് പല സ്ഥലത്തും സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അപ്പോൾ ചോറോട് ROB കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ അടുത്തൊരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഫ്ലൈ ഓവറിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും ചില ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ചെറിയ തോതിൽ നടന്നിട്ടുള്ളൂ. ഇവിടെയൊക്കെ വിഷയം വരുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് ദിവസമായിട്ട് വേനൽ മഴ നല്ല ശക്തമായിട്ട് പല ഭാഗത്തും പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെയ്യുന്ന സമയത്ത് ഇതുപോലെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് പണികൾ ലാഗ് ആവുന്നത്. ഇവിടേക്ക് ഏകദേശം അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് RE പാനലിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും 2026 അവസാനമാകുമ്പോഴത്തേക്കും നമ്മൾ ഈ വാഗാടിൻ്റെ റീച്ചിൻ്റെ പണികൾ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് കരുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്ങളം മുതൽ അഴിയൂർ വരെ അതിൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ പണികൾ നല്ല വേഗതയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു.
അപ്പോൾ ഇതാണ് വാഗാടിൻ്റെ റീച്ചിലെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.